ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ എല്ലാവരും അടിപൊളിയായി നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓൾറെഡി നമ്മൾ റീസെന്റ് ആയിട്ട് 4 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ലൈവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററും ഗംഭീരമായി തന്നെ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മോഡൽ എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? എല്ലാവരും റെഡി ആണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. സോ നമ്മൾ തുടങ്ങാൻ പോകുന്നു. 4 ചോദ്യങ്ങൾ എന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% ഉണ്ടായിരിക്കും. ഒരു സംശയവും വേണ്ട. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്നിട്ട് വീഡിയോ കാണുക കേട്ടോ. തുടങ്ങാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജനറേറ്റർ ഓറിയന്റഡ് ആയ ചോദ്യം. ഇതേ ചോദ്യം ഇതേപോലെ തന്നെ ചോദിക്കാൻ തന്നെയാണ് പോസിബിലിറ്റി ഏറ്റവും കൂടുതൽ. ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ നമുക്കൊരു ജനറേറ്റർ അവർ നൽകിയിട്ടുണ്ട്. മലയാളത്തിലും ചോദ്യമുണ്ട് കേട്ടോ. മലയാളത്തിലും അതേപോലെ തന്നെ ചോദ്യമുണ്ട്. സോ എന്താണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? വിച്ച് ഡിവൈസ് ഈ ഷോൺ ഇൻ ദ ഫിഗർ. ഇത് ഏത് ഡിവൈസ് ആണ്? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ജനറേറ്റർ ആണെന്ന്. ഇത് ഏതുതരം ജനറേറ്റർ ആണെന്ന് പറയാവോ? ഇത് ഏതുതരം ജനറേറ്റർ ആണ് മക്കളെ? ഒരു സംശയവും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് 2 റിങ്ങുകൾ കാണാൻ സാധിക്കും. 2 റിങ്ങുകൾ ഉള്ളതിനാൽ തന്നെ ഇത് ഏതുതരം ജനറേറ്റർ ആണ്? യെസ്, ദിസ് ഈസ് ആൻ AC ജനറേറ്റർ. ഒരു സംശയവും വേണ്ട. ഇതൊരു AC ജനറേറ്റർ ആണ്. സംശയമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ പാർട്സ് XYZ. XYZ എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. XYZ എന്ന് പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. നിസ്സാരമല്ലടാ മക്കളെ, പറടാ. X എന്ന് പറഞ്ഞാൽ എന്താണ്? X എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ആണ്. Y എന്ന് പറഞ്ഞാൽ എന്താണ്? Y എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആണ്. Z എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ സ്വന്തം സ്ലിപ്പ് റിംഗ് ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമൊന്നും തന്നെ ഇല്ലാലോ, ഒരു തരി സംശയമില്ലാലോ. മലയാളത്തിലും ചോദ്യം അതുപോലെ തന്നെയാണ്. ഇത് ഏതുതരം ഉപകരണത്തിന്റെ ചിത്രമാണ്? അതുപോലെ തന്നെ XYZ എന്നുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഇത് തന്നെയാണ് ചോദ്യം ട്ടാ. അടുത്തത് സി ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കറന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ബാഹ്യ സർക്യൂട്ടിൽ ഏതുതരം വൈദ്യുതിയാണ് നമുക്ക് ലഭിക്കുക? AC ജനറേറ്റർ ആയതിനാൽ തന്നെ ഒരു സംശയവും വേണ്ട. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ അഥവാ ബാഹ്യ സർക്യൂട്ടിൽ നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി എന്താണ്? അത് AC വൈദ്യുതിയാണ്. There is no need of any kind of doubt. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഇതേപോലുള്ള ചോദ്യം പരീക്ഷയിൽ ഒരു മാറ്റവുമില്ലാതെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ ഔട്ട്പുട്ട് ഗ്രാഫ് കൂടി ഒന്ന് മനസ്സിലാക്കുക. AC ആയതിനാൽ തന്നെ ഔട്ട്പുട്ട് ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെ ആയിരിക്കും ഔട്ട്പുട്ട് ഗ്രാഫ് വരിക. അതുകൂടി ഒന്ന് പഠിച്ചിട്ട് വെക്കോ. ഇത് തന്നെ ചോദിക്കും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 3 ചോദ്യങ്ങളേ ഉള്ളൂ. ആ 3 ചോദ്യങ്ങളിൽ 2 എണ്ണം ട്രാൻസ്ഫോമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ട്രാൻസ്ഫോമറിന്റെ അടിസ്ഥാനത്തുള്ള ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൽ 600 ടേൺസ് ആണ് പ്രൈമറിയിലുള്ളത്. ആ ട്രാൻസ്ഫോമറിൽ എത്ര ടേൺസ് ആണ് മക്കളെ പ്രൈമറിയിലുള്ളത്? 600 ടേൺസ് ആണ് പ്രൈമറിയിലുള്ളത്. 1800 ടേൺസ് ആണ് സെക്കൻഡറിയിലുള്ളത്. 450 വോൾട്ട് ആണ് സെക്കൻഡറിയിൽ ലഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. 600 ടേൺസ് ആണ് പ്രൈമറിയിലുള്ളത്. 1800 ടേൺസ് ആണ് സെക്കൻഡറിയിലുള്ളത്. സെക്കൻഡറിയിൽ ഒബ്റ്റെയിൻ ചെയ്ത വോൾട്ടേജ് അവർ നൽകിയിട്ടുണ്ട് 450. കണ്ടുപിടിക്കേണ്ടത് ഇത് ഏതുതരം ട്രാൻസ്ഫോമർ ആണെന്നും പ്രൈമറി വോൾട്ടേജുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഗിവൺ ഡാറ്റ എഴുതിയാലോ? ഗിവൺ ഡാറ്റ എഴുതാം. ശ്രദ്ധിക്കണം, മലയാളത്തിൽ താഴെ തന്നെ ചോദ്യം. ഈ പറഞ്ഞത് തന്നെയാണ് മലയാളത്തിൽ. ഓക്കെ, ഗിവൺ ഡാറ്റ എഴുതാൻ പോവുകയാണ്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? 600 ആണ്. ശരിയല്ലേ? അതെ. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? NS = 1800. 450 വോൾട്ട് ആണ് സെക്കൻഡറിയിൽ ലഭിച്ചത്. സോ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്? 450 വോൾട്ട്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ഇത് ഏതുതരം ട്രാൻസ്ഫോമർ ആണ്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് NS ഈസ് ഗ്രേറ്റർ ദാൻ NP ആണ്. ശരിയല്ലേ? NS ഈസ് ഗ്രേറ്റർ ദാൻ NP ആണ്. സോ ഏതുതരം ട്രാൻസ്ഫോമർ ആണ് മക്കളെ? ഒരു സംശയവും വേണ്ട. ഇത് നമ്മുടെ സ്വന്തം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ദർ ഇസ് എ ബി ക്വസ്റ്റ്യൻ. എന്താ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിക്കാം. വി ഹാവ് ടു ഫൈൻഡ് ദ പ്രൈമറി വോൾട്ടേജ്. നിസ്സാരമായി കണ്ടുപിടിക്കാം. ആ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് ഈസ് VS/VP = NS / NP.
ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വി പി ആ കണ്ടുപിടിക്കേണ്ടത്. റീഅറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട ഏറ്റവും നിസ്സാരമായ പരിപാടി നേരെ തലതിരിക്കുക. കംപ്ലീറ്റ് ഇക്വേഷനെ റെസിപ്രോക്കൽ എടുക്കുക, തലകീഴായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ് എന്ന് വരും. ശരിയല്ലേ? നേരെ റെസിപ്രോക്കൽ എടുത്തു. ഇനി നമുക്ക് വി പി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇനി വളരെ സിമ്പിളായി നമുക്ക് വി പി കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കടാ മക്കളെ, വി പി ഈസ് ഈക്വൽ ടു എന്ത് വരും? വി പി ഈസ് ഈക്വൽ ടു എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു വി എസ് എന്ന് കിട്ടും. എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലേ? എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. എൻ പി എത്രയാണ്? എൻ പി 600 സോ 600 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു വി എസ് എത്രയാണടാ? വി എസ് 450 വി എസ് ഈക്വൽ ടു 450. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഈ 600ഉം 1800ഉം 3 തവണ, 3ഉം 45ൽ 3 എത്ര തവണ പോവും? 3 5 15 സോ 10. അപ്പോൾ 15 തവണ. ശരിയല്ലേ? 15 ഇൻറ്റു 3 45. സോ ഒരു 0 കൂടി വരും. സോ ആൻസർ എത്ര കിട്ടും? പ്രൈമറി വോൾട്ടേജ് അഥവാ വി പി ഈക്വൽ ടു 150 വോൾട്ട്. വോൾട്ട് എന്ന് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. 150 വോൾട്ട് ആണ് നമ്മുടെ ശരിയായ ഉത്തരം. പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഒരു കാറ്റഗറി കൂടി ട്രാൻസ്ഫോമറിനകത്തുണ്ട്. പവർ ഓറിയന്റഡ് ആയ ചോദ്യം. ട്രാൻസ്ഫോമറിനകത്ത് പവർ ഓറിയന്റഡ് ആയ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിന്റെ മലയാളവും ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാട്ടോ. വള വെൻ, അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കണേ. വെൻ 0.1 ampere current supplied to the primary of the transformer, 1 ampere current is obtained in the secondary. പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ട് 0.1 ആംപിയർ ആണ്. സെക്കൻഡറിയിൽ നമുക്ക് ലഭിക്കുന്ന കറണ്ട് 1 ആംപിയർ ആണെന്നാണ് ചോദ്യത്തിനകത്ത് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ, ഏതു തരം ട്രാൻസ്ഫോമർ ആണ്. അതുപോലെ തന്നെ ഇഫ് 1000 വോൾട്ട് ഈസ് സപ്ലൈഡ് അക്രോസ് ദ പ്രൈമറി, പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. സോ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിനകത്ത് കണ്ടുപിടിക്കാനുണ്ട്. എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഗിവൺ ഡാറ്റ എഴുതി തുടങ്ങിയാലോ? വാടാ മക്കളെ, നമുക്ക് ഗിവൺ ഡാറ്റ എഴുതി തുടങ്ങാം. അവർ പറയുന്നത് പ്രകാരം പ്രൈമറിയിൽ കൊടുക്കുന്ന കറണ്ട് 0.1 ആംപിയർ ആണ്. സോ പ്രൈമറി കറണ്ട് അഥവാ ഐ പി ഈക്വൽ ടു എത്രയാണ്? 0.1 ആംപിയർ. എഴുതിയില്ലേ? എഴുതി. സെക്കൻഡറി കറണ്ട് അഥവാ ഐ എസ് ഈക്വൽ ടു എത്രയാണ്? ഐ എസ് ഈക്വൽ ടു 1 ആംപിയർ. അതും ഞാൻ എടുത്ത് എഴുതി. വേറൊരു കാര്യം അവർ ബി ക്വസ്റ്റ്യനിലാണ് പറയുന്നത് 100 വോൾട്ട് ആണ് പ്രൈമറിക്ക് കൊടുക്കുന്ന വോൾട്ടേജ്. സോ വി പി 100 അല്ല 1000, വി പി ഈക്വൽ ടു 1000 വോൾട്ട്. അതുകൂടി ഞാൻ എടുത്ത് എഴുതി. ഫൈൻ. ഇനി ഓരോരോ ചോദ്യങ്ങളിലോട്ടായിട്ട് കിടക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതേതു തരം ട്രാൻസ്ഫോമർ ആണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നിസ്സാരമായ ചോദ്യമാണ്. ശ്രദ്ധിക്കടാ. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഐ എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഐ പി ആണ്. ഐ എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഐ പി ആണെങ്കിൽ ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ബി ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? 1000 വോൾട്ട് ആണ് നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് പവർ എത്രയാണ് കണ്ടുപിടിക്കാം. നിസ്സാരമല്ലേ? ഇൻപുട്ട് പവറിന്റെ ഫോർമുല എന്താണ്? പഠിപ്പിച്ചതാണ്. ഇൻപുട്ട് പവർ ഈക്വൽ ടു വി പി ഐ പി ആണ്. എത്രയാണ്? വി പി എത്രയാണ്? 1000 ആണ്. സോ 1000 ഇൻറ്റു ഐ പി എത്രയാണ്? 0.1. ഉത്തരം എത്ര കിട്ടും? 100 വാട്ട്. എത്രയാണ് ഉത്തരം? 100 വാട്ട്. സംശയം വേണ്ട. ദർ ഈസ് എ സി ക്വസ്റ്റ്യൻ. എന്താ സി ക്വസ്റ്റ്യനകത്ത് പറയുന്നത്? ഔട്ട്പുട്ട് പവർ അഥവാ സെക്കൻഡറിയിലുള്ള പവർ എത്രയാണ്? ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസല്ലേ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിനാൽ തന്നെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കും. സംശയം വേണ്ട. സോ അതിനാൽ തന്നെ സെക്കൻഡറിയിലുള്ള പവർ അഥവാ ഔട്ട്പുട്ട് പവർ എത്രയാണ്? അതും ഇതേ 100 വാട്ട് തന്നെയാണ്. ദർ ഈസ് നോ നീഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്. അടുത്തത് ഒരു ഡി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാടാ, എന്താ ഡി ക്വസ്റ്റ്യനകത്ത് പറയുന്നത്? ഡി ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ്, സെക്കൻഡറിയിൽ പ്രേരിതമാവുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. നിസ്സാരമല്ലേ? ഫോർമുല അറിയാലോ. യെസ്, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ഡിവൈഡഡ് ബൈ എൻ പി ആണ്. കണ്ടുപിടിക്കേണ്ടത് വി എസ് ആണ്. അവനെ മാത്രം അവിടെ നിർത്തുന്നു. സോ വി എസ് ഈക്വൽ ടു എൻ എസ് ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു വി പി. എൻ എസ് എത്രയാണടാ? എൻ എസ് എന്ന് പറഞ്ഞാൽ, ഓ മൈ ഗോഡ്, നമുക്ക് എൻ എസ് അറിയില്ല. അപ്പൊ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യുക? സോ ഇങ്ങനെ പാളിച്ചകൾ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല അങ്ങ് വായിച്ചു കളയണം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല വേണം യൂസ് ചെയ്യാൻ. സോ വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ഐ പി ബൈ ഐ എസ് ആണ്. അത് വെച്ച് പഠിക്കാം. യെസ്. അപ്പൊ പാടാ മക്കളെ, വി എസ് ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ഇൻറ്റു എന്ത് വരും? വി പി എന്ന് വരും. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഐ പി എത്രയാണ് മക്കളെ? ഐ പി എന്ന് പറഞ്ഞു വെച്ചാൽ 0.1 ആണ്.
IS എത്രയാണ്? 1 ആണ്. VP എത്രയാണ്? VP എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ 1000 × 0.1 എത്രയാണ് മക്കളെ? 100 ആണ്. സോ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട് എന്ന് കിട്ടും. സെക്കൻഡറി വോൾട്ടേജ് ഈക്വൽ ടു 100 വോൾട്ട് എന്ന് കിട്ടും. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വളരെ ലളിതമായ ചോദ്യമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പവർ ഓറിയന്റഡ് ആയ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഒരേ ഒരു ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതുകൂടി കഴിഞ്ഞാ മക്കളെ ചോദ്യം ഇതാ. മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം ഉണ്ട്. വാടാ മക്കളെ ചോദ്യം. ഇവിടെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, 2 കോയിലുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ ഇതിനു മുൻപ് തീർത്ത ലൈവിനകത്ത് കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞു തന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആവുന്നത് എന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ അതേ ചിത്രമാണ് ഞാൻ കാണിച്ചു തന്ന സെയിം ഡയഗ്രാം. ഒരു സ്വിച്ച് ഉണ്ട്, ഒരു സെല്ലുണ്ട്, 2 കോയിലുകളുണ്ട്. സോ നമ്മൾ പൊതുവേ നമുക്കറിയാം, ഇത് പ്രൈമറി കോയിലും ഇത് നമ്മുടെ സെക്കൻഡറി കോയിലുമാണ്. ശരിയല്ലേ? പ്രൈമറി കോയിലിലൂടെ കറണ്ട് ഒഴുകുന്നു. അപ്പോൾ പ്രൈമറി കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു. അതുമൂലം സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പഠിപ്പിച്ചു തന്നതാണ്. റൈറ്റ്, ഇനി ചോദ്യത്തിലൂടെ വരാം. An electric current is not continuously produced to the secondary coil when the switch is turned on. Why? നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സാഹചര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡറി കോയിലിൽ കറണ്ട് ഉണ്ടാവുന്നില്ല. നോക്കടാ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിലൂടെ തുടർച്ചയായി വൈദ്യുത പ്രവാഹം ഉണ്ടാകാത്തതിന് കാരണം എന്താണ്? തുടർച്ചയായിട്ട് ഉണ്ടാവാത്തതിന് കാരണം എന്താണ്? ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയുള്ള സപ്ലൈ ആണ്? യെസ്, ഹിയർ വി ആർ ഗിവിംഗ് DC സപ്ലൈ. ഇവിടെ കാരണം എന്താണ്? നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നത് കൊണ്ടാണ്. പ്രൈമറി കോയിലിൽ DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാവുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ബാറ്ററിയോ സെല്ലോ വെച്ച് അത് DC സപ്ലൈ ആണെന്ന് മനസ്സിലാക്കുക. DC സപ്ലൈ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡറിയിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയില്ല എന്ന കാര്യം തിരിച്ചറിയുക. സോ ഹിയർ ഈസ് ദ ബി ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് in the primary circuit to ensure the electric current in the secondary, to ensure continuous electric current in the secondary? ഈ സർക്യൂട്ടിനകത്ത് പ്രൈമറിയിൽ എന്തു മാറ്റം വരുത്തിയാലാണ് സെക്കൻഡറിയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് കറണ്ട് ലഭിക്കുക എന്നാണ് ചോദ്യം. എന്ത് മാറ്റം വരുത്തണം? ഇവിടെയുള്ള DC-ക്ക് പകരം നമ്മൾ എന്ത് വെക്കണം? AC സപ്ലൈ കൊടുക്കണം. ശരിയല്ലേ? ഈ DC അഥവാ ബാറ്ററി സ്വിച്ചിലേക്ക് എടുത്തു മാറ്റിയിട്ട് അവിടെ നമ്മുടെ AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും സെക്കൻഡറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ്. ക്ലിഞ്ചർ ആയിട്ട് മനസ്സിലായെങ്കിൽ, കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും ഉറപ്പായും താഴെ ഒരു വാലിഡായ കമന്റ് ഇടുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ഒരെണ്ണം വീണ്ടും വരുന്നതായിരിക്കും. സോ ഗൈസ്, ഗംഭീരമായിട്ട് പഠിക്കുക. ഇത്തവണത്തെ മോഡൽ എക്സാം നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കുക. വെற்றி നിശ്ചയം. കോൺഫിഡന്റ് ആയിരിക്കുക കേട്ടോ. കാണാം.